പതിവ് പോലെ നവംബർ 1 കേരള പിറവി ദിനത്തിൽ ഹിദായത്ത് ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ നടത്തിയ 2026-27 വർഷത്തെ KG അഡ്മിഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ സെറമണിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ വർഷവും ഹിദായത്ത് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലേക്ക് പുതിയ ക്ലാസ്സിലേക്ക് LKG ക്ലാസ്സുകളിലേക്ക് നവംബർ 1-നാണ് അഡ്മിഷൻ ആരംഭിക്കുന്നത്. ഈ വർഷത്തെ അഡ്മിഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് അഡ്മിഷനിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ കുട്ടികളെയും ആദ്യം തന്നെ ഞാൻ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടന്നു വരുന്ന ന്യൂ അഡ്മിഷന്റെ ഭാഗമായി എത്തിച്ചേർന്ന രക്ഷിതാക്കൾ അവരുടെ കുട്ടികൾ എല്ലാവരെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ സ്ഥാപനം ഏകദേശം 4 നൂറ്റാണ്ടിലേക്ക് കടക്കാനുള്ള അക്കാഡമിക് ഇയറിൻ്റെ തുടക്കത്തിലാണ് നാം നിലകൊള്ളുന്നത്. കുറേ വർഷമായി കേരള പിറവി ദിനത്തിലാണ് നാം ഇങ്ങനെ അഡ്മിഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കാറുള്ളത്. ഹിദായത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പബ്ലിസിറ്റികളോ കൊട്ടിക്കുരവുകളോ ഒന്നുമില്ല. മൗത്ത് ടു മൗത്തിലൂടെ ഇവിടെ പഠിച്ച ഉമ്മമാരുടെ കുട്ടികൾ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ സഹോദരിമാരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നത് എന്നത് വേറെ സന്തോഷകരമാണ്. നവംബർ 1 കേരള പിറവി ദിനമാണ് ഇന്ന്. നമ്മളിപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഈ കേരള പിറവി ദിനം അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ചടങ്ങിൽ ഹിദായത്ത് ഇസ്ലാം സഭ ട്രഷറർ അബ്ദുൽ മജീദ് സർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ അബ്ദുൽ ബാക്കി സർ ഉദ്ഘാടനവും പ്രിൻസിപ്പൽ അബ്ദുൽ റഹ്മാൻ വേങ്ങാട് സർ മുഖ്യപ്രഭാഷണവും നടത്തി. ഇവിടെ വന്നാലുണ്ടാകുന്ന സന്തോഷം നിറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ നീ സ്കൂളിൽ പോകണം, നീ ഇനി പഠിക്കാൻ പോകണം, നിന്നെ പഠിക്കാൻ ചേർത്തിയിട്ടുണ്ട് എന്ന് മാത്രം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ കുട്ടി കാട് കയറി ചിന്തിച്ചിട്ട് എന്തോ ഒരു ഭീകരമായ സംഭവമാണ് എന്ന് തോന്നിപ്പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നീട് സ്കൂളിൽ വരാൻ മടിയായി. അപ്പൊ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക, അതാണ് മാതാവ് ചെയ്യേണ്ടത്. മാതാവിന്റെ അതരങ്ങളിൽ നിന്ന് വരുന്ന മുത്തുകളാണ് കുട്ടികളുടെ മാതൃഭാഷ. തീർച്ചയായിട്ടും നിങ്ങളെ വീട് വിട്ട് കഴിഞ്ഞാൽ നല്ലൊരു പാർക്കിലേക്കാണ് നിങ്ങൾ കുട്ടികളെ അയക്കുന്നത്. അതുകൊണ്ട് എല്ലാവിധ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട്, ഇവിടുത്തെ മറ്റുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാറ്റിലുപരി നിങ്ങളെ കുട്ടികളെ മാത്രം സംരക്ഷിക്കാനും പ്രസംഗിക്കാനും വേണ്ടിയിട്ട് PTA ഒരു സ്ട്രോങ് ടീം കൂടി. എല്ലാവരും കൂടി ഒത്തൊരു പ്രവർത്തിച്ചാല് നമ്മളെ മക്കൾ തന്നെയാണ് നമുക്ക് എപ്പോഴും ബെസ്റ്റ്. പക്ഷെ സമൂഹത്തിന് മുമ്പിലും നമ്മുടെ മക്കൾ തന്നെയായിരിക്കും ബെസ്റ്റ്. എല്ലാവർക്കും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാം. വെൽക്കം ടു ഓൾ ടു അവർ ഡിയറസ്റ്റ് ഹിദായത്ത് ഫാമിലി. താങ്ക് യു. സ്കൂൾ PTA പ്രസിഡന്റ് സുബൈർ PV സറും സ്കൂൾ മദർ PTA പ്രസിഡന്റ് ഫെമിന മാമും സംസാരിച്ചു. അതിനുശേഷം സ്കൂൾ മാനേജർ അബ്ദുൽ ബാക്കി സർ കുട്ടികൾക്ക് സ്കൂൾ പ്രയർ ചൊല്ലിക്കേൾപ്പിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും അവരുടെ സ്വപ്നങ്ങൾക്ക് നിറമേകുവാനുള്ള കൊച്ചു ഉപഹാരവും വിദ്യാരംഭം കുറിക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി വീട്ടുപറമ്പിൽ നട്ടുവളർത്താൻ തേക്കിൻ തൈകളും സമ്മാനിച്ചു.
വേളയിൽ അറിവിൻ്റെ പുതുലോകം തേടി ഇവിടെ എത്തിയിട്ടുള്ള കുരുന്നുകൾക്ക് ഒരു ശോഭനമായ ഭാവി ആശംസിക്കുന്നതോടൊപ്പം ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ സാർ അവർക്കാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു.